അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഇത്. ഞാനും വേദയും കൂടി മന്തിയെല്ലാം കഴിച്ചു. പെട്ടെന്ന് ഓടിപ്പിടച്ചെല്ലാം കഴിച്ചു. അപ്പോൾ വേദ വയറെല്ലാം ഇറങ്ങിയിരുന്നിട്ട് ഇങ്ങനെ കളിക്കുമെന്നുള്ളൊരു വിഷമത്തിലാണെങ്കിൽ അധികം വേദ കഴിച്ചില്ല കേട്ടോ. വന്നിട്ട് കഴിക്കാന്നുള്ള രീതിയിൽ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചിക്കൻ കഴിച്ചായിരുന്നു, റൈസ് കുറച്ചേ കഴിച്ചു. അവൾക്ക് റൈസ് അങ്ങനെ താല്പര്യമില്ല, ഈ ചിക്കനോട് മാത്രമേ എത്ര താല്പര്യമുള്ളൂ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓടി ഡാൻസ് ക്ലാസ്സിലെല്ലാം വന്നു. വന്നപ്പോൾ കറക്റ്റ് സമയമായിരുന്നു, ലേറ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 2:15, 2:30 അതാണ് ഡാൻസ് ക്ലാസ്സിൻ്റെ സമയം എന്ന് പറയുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എത്താൻ പറ്റി. അപ്പോൾ കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പാരൻസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയിലാണ് ഇവിടെ ഡാൻസ് സ്കൂളിൻ്റെ ആനുവൽ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അരങ്ങേറ്റത്തിനൊക്കെ ഉള്ള കുട്ടികൾ നിറയെ ഉണ്ട്. കോവിഡിന് ശേഷം കുട്ടികൾ കുറവായിരുന്നു, ഇപ്പോൾ നിറയെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പേരൻസ് എല്ലാം അവർ കളിക്കുന്നതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് എങ്ങനെയാണ് ഏതാണെന്നും ക്ലിയർ ആയിട്ട് അറിയത്തില്ല, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറല്ല, വേറെ ആരോ ചെയ്ത് കൊടുക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ക്ലാരിറ്റിയിലും നല്ല വോയിസ് ക്ലാരിറ്റി, നല്ല പിക്ചർ ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. സാറിൻ്റെ അത് ഈ കേരള നടനത്തിനെ പറ്റിയോ എന്തൊക്കെയോ ബേസ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് ആ ഒരു യൂട്യൂബ് ചാനലുള്ളത്. അപ്പോൾ അത് ഞാൻ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ, സാറിനൊരു സബ്സ്ക്രൈബറോ ഒക്കെ ആവുകയാണെങ്കിൽ ആവട്ടെ, അതുകൊണ്ട് പറഞ്ഞതാണേ. ഡാൻസിനെ സ്നേഹിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ടാവില്ലേ, ചിലപ്പോൾ വഴിയിൽ വെച്ച് ഡാൻസ് പഠനം മുടങ്ങിപ്പോയി അങ്ങനെയൊക്കെയുള്ള എന്തോ, അത് കേരള നടനത്തിനെ പറ്റി ക്ലാസ് എടുക്കുന്നതോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഞാൻ പിന്നീട് നോക്കിയില്ല, സാറൊന്ന് ലിങ്ക് ഇട്ടൊന്ന് വന്ന് നോക്കിയപ്പോൾ സാറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ നോക്കിയിട്ടില്ല. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ വേദ ഇപ്പോൾ മോഹിനിയായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കുച്ചിപ്പുടി അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇറക്കിയില്ല. കുറച്ച് അത്യാവശ്യം നല്ലൊരു എമൗണ്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാനങ്ങ് മടിച്ചു. ഈ പ്രാവശ്യം മോഹിനിയാട്ടം അരങ്ങേറ്റം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇറക്കാം, ഇല്ലെങ്കിൽ ഇറക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. സ്റ്റേജിലൊന്നും കളിക്കാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഞാൻ മോഹിനിയാട്ടത്തിന് ഇറക്കും. ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരിക്കും ഇറക്കണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. വേദയ്ക്ക് ഈ ഡാൻസിനോട് അത്രയും അങ്ങ് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് പിന്നെ ഞാനും വലിയൊരു താല്പര്യം കാണിക്കാത്തത്. ഇത് നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബറാട്ടോ, എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാളാണ് ആരുഷ്. എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം, മോനെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. മോൻ്റെ ചേച്ചി ഇവിടെ ഡാൻസ് ക്ലാസ്സിനെല്ലാം വരുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. കുക്കിംഗ് വീഡിയോസാണ് മോന് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര രസമായിട്ടുണ്ട്. വർത്തമാനമൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ കാര്യമൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലെല്ലാം പോയി ഇതുപോലെ പായസവും പ്രസാദവും ഒക്കെ കൊണ്ടുവരാറുണ്ട്. അതിനെ എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ തരും. സാർ തന്നെ ഗ്ലാസും കപ്പും ഒക്കെ തരും, പായസവും തരും. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഇങ്ങനെ പ്രസാദം കൊണ്ടുവരുന്ന ദിവസം ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെല്ലാവരും കഴിക്കാറുണ്ട്. ഇന്നൊരു ശർക്കര പായസമായിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പോൾ സ്വാമി ക്ഷേത്രത്തിലായിരിക്കും പായസം, അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാവും. അങ്ങനെയൊക്കെ പല സാറ് നേർച്ചയൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന പ്രസാദം നമുക്കിങ്ങനെ എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട് തരും കേട്ടോ. നല്ലൊരു പായസമായിരുന്നു, ശർക്കര പായസം, പൊങ്കാലയല്ല, ഒരു പായസമായിരുന്നു. എന്നിട്ട് 4:30 വരെയൊക്കെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് വേണം കേക്ക് കട്ടിങ് ബാക്കി കാര്യങ്ങളെല്ലാം ഉള്ളത്. പുറത്ത് പോകാൻ തീരുമാനിച്ചിട്ട് അതും അങ്ങ് ക്യാൻസൽ. ഡാൻസ് എല്ലാം കഴിഞ്ഞു. ഐസ്ക്രീമാ എനിക്കുണ്ട്, അതൊക്കെ ഞാൻ അതല്ലല്ലോ പറയാൻ വന്നത്, നിനക്ക് വേണ്ടല്ലോ. വേദയ്ക്ക് ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും നെട്ടയത്തേക്ക് തന്നെ പോവുകയാണ്. നാളെ രാവിലെ നെട്ടയത്തുനിന്ന് വേദയെ സ്കൂളിൽ വിടാന്ന് കരുതി കേട്ടോ. അപ്പോൾ വൈകിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിഴിഞ്ഞത്തെല്ലാം പോയി ഫിഷ് എല്ലാം കഴിക്കാന്നൊക്കെ കരുതിയതായിരുന്നു. പക്ഷേ പിന്നീട് പ്ലാൻ ചേഞ്ച് ചെയ്തു. കാരണം മന്തി റൈസ് വാങ്ങിയത് കുറേ ഇനി ഇരിപ്പുണ്ട് കേട്ടോ, അതിനി എടുത്ത് കളയണ്ടെന്ന് എഴുതിയിട്ട് ഒരു ചിക്കനൂടെ വാങ്ങി രാത്രി മന്തി റൈസും ചിക്കനും കൂടെ കഴിക്കാമെന്ന് എഴുതി. അങ്ങനെ ഈവനിങ് നമ്മളിന്ന് അവിടെയാണ്, പുറത്തോട്ടൊന്നും പോകുന്നില്ല. പിന്നെ നമ്മൾ ചോക്കോലാവ കേക്കല്ലേ വാങ്ങിയത്. അപ്പം ഇന്ന് എന്തായാലും എൻ്റെ ഡയറ്റ് പൊളിഞ്ഞു. നാളെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഈ പൊളിഞ്ഞ രീതിയിൽ തന്നെ പോവില്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. നാളെയൊക്കെ ഞാൻ ആ ഡയറ്റിൽ തന്നെ പോകും. ഇന്നത്തെ ഡേ ഒരു ചീറ്റ് ഡേ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം ഞാൻ കരുതി എന്തായാലും ചോക്കോലാവ കേക്ക് വാങ്ങിയതിനോടൊപ്പം ഐസ്ക്രീം കൂടെ വെച്ച് കഴിക്കാമെന്ന് കരുതി. ഒരു ഐസ്ക്രീം, വാനില ഐസ്ക്രീം കൂടെ വാങ്ങാമെന്ന് കരുതി. അപ്പോൾ വേറെ പറയാണ് ഐസ്ക്രീമും ചോക്കോലാവയും കൊള്ളത്തില്ല, കോമ്പിനേഷൻ അല്ല. ഞാൻ പറഞ്ഞു വേദയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ വേദ കഴിക്കണ്ട, ഞാൻ വാങ്ങി ആ കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് അമൂലിനെങ്ങാനും നിർത്തി ഒരു വാനില ഐസ്ക്രീം കൂടെ വാങ്ങിയിട്ട് ബാസ്കിൻ റോബിൻസിൽ കയറിയിട്ട് അവിടെ വീടെത്തുമ്പോൾ മെൽറ്റ് ആയി പോകും. അല്ലെങ്കിൽ സാധാ നോർമൽ വാനില മതി, കാരണം അത് ചോക്ലേറ്റ് അല്ലേ. ചോക്ലേറ്റ് എല്ലാം നോർമൽ സാധാ വാനില ഐസ്ക്രീം വാങ്ങണത്. കാരണം
ഇത് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് അതിനോട് കോമ്പിനേഷൻ വാനില. അതുകൊണ്ട് സാധാ ഇവിടെ നിന്നെങ്കിലും ഒരു കുഞ്ഞു ബോക്സ് വാനില വാങ്ങുന്നേ ഉള്ളൂ. ഇരുന്നാൽ എല്ലാവരും കഴിക്കും, എല്ലാവരും വണ്ണമുള്ളവരാണ്. വേദയും ഇനി കുറച്ചൊക്കെ ഫുഡിൽ കൺട്രോൾ ചെയ്യണം, ഭയങ്കര ഓവറാണ്. അപ്പം അതുകൊണ്ട് ഒരു കുഞ്ഞു ബോക്സ്. ഇന്നിപ്പോൾ ഇത്രയും സെലിബ്രേഷൻ അല്ല, ഇത്രയും ഒരു വിശേഷമൊക്കെ ഉള്ളതുകൊണ്ട്, ഒരു കുഞ്ഞു വിശേഷം ആയതുകൊണ്ട് ഒരു സ്വീറ്റ്നെസ് ആഡ് ചെയ്യാന്ന് കരുതി. അമ്മ പായസമൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് പായസം ഒന്നും വേണ്ട. പായസം ഇഷ്ടമല്ലാത്തവർക്ക് ഐസ്ക്രീം, കുഞ്ഞ് ഐസ്ക്രീം കൂടെ വാങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഐസ്ക്രീം കഴിക്കണമല്ലോ, അങ്ങനെ നേരെ അമൂലിലേക്ക് വിട്ടു. വട്ടിയൂർക്കാവിലുള്ള അമൂലിലാണ് നിർത്തിയത്. ഇത് നമ്മുടെ ഒരു സ്ഥിരം കട തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. വട്ടിയൂർക്കാവിലാകുമ്പോൾ മെൽറ്റായി പോകത്തില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ വീടെത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയത്. പിന്നെ ഇപ്പോൾ അമൂല് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ അമൂലിൻ്റെ സ്റ്റോറിൽ തന്നെ വാങ്ങുമ്പോൾ സാധനം ഉണ്ടാവുമല്ലോ. മറ്റിടത്ത് നമുക്ക് വിശ്വസിച്ചുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഇവിടുത്തെ അമൂലിൽ നമ്മൾ കയറിയത്. അവിടെ വാനില ഫ്ലേവർ ഇല്ല ഗൈസ്. വലുത് ബൈ 1 get 1 free. വലുതുണ്ട്, 1 ലിറ്റർ, 1.5 ലിറ്റർ. 2 എണ്ണം കൂടെ ആകുമ്പോൾ അപ്പോൾ 2 കൂടെ 1.5 ആയിരിക്കും. എന്താ അത് വേണ്ടാന്ന് പറഞ്ഞു. നീ സന്തോഷിക്കണ്ട, അവള് കഴിക്കാത്തോണ്ട് നിങ്ങൾ ആരും കഴിക്കണ്ടെന്ന്. ഞാൻ നെട്ടത്തുനിന്ന് വാങ്ങിക്കൂടി. അമൂല്യ തന്നെ വേണം നിർബന്ധമൊന്നുമില്ലല്ലോ. അവിടെ നിന്ന് നേരെ നമ്മൾ വന്നപ്പോൾ സെൻട്രൽ ബസാർ കണ്ടു. നെട്ടയത്തിനടുത്താട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ഐസ്ക്രീം വാങ്ങാം. അവിടെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് സെൻട്രൽ ബസാറിൽ ഇറങ്ങാൻ നിർത്തി. പിന്നെ നെട്ടയത്ത് സൺഡേ ആണ്, അപ്പോൾ നെട്ടയത്ത് എല്ലാ കടകളും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് എന്തായാലും ഇവിടെ കയറാമെന്ന് കരുതി. നോക്കിയപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറ ഐസ്ക്രീം ഉണ്ട്, സ്കീ ഐസ്ക്രീം ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഏതെങ്കിലും എടുക്കാമെന്ന് കരുതി. ഒരു കുഞ്ഞു ബോട്ടിലെടുത്തപ്പോൾ അല്ലാത്ത മറ്റേ ഈ 10 രൂപയുടെ കുഞ്ഞു ഇതുണ്ടാവില്ലേ, അതുണ്ടായിരുന്നു. പിന്നെ അതെടുത്തു. അതാകുമ്പോൾ പിന്നെ ആൾക്ക് ഓരോന്ന്, അതാകുമ്പോൾ ഡയറ്റിലും അങ്ങനെ നിൽക്കും. മറ്റത് ഇരിക്കും തോറും കഴിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ആൾക്ക് ഓരോന്ന് വെച്ചിട്ട് കുഞ്ഞു ബോക്സ് 2-3 എണ്ണം വാങ്ങി. 2-3 അല്ല, 5 എണ്ണം എന്തോ വാങ്ങിയിട്ട് ഞങ്ങളിവിടെ വന്നു. കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ഇതേ സച്ചു വന്നു. സച്ചു ഒരു കവർ ചക്കയായിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. സച്ചുവിൻ്റെ വീട്ടിൽ ചക്കയും മാങ്ങയും ചീരയും കീരയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ്. അത് വറുക്കാനും കറി വയ്ക്കാനും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ഇനി അമ്മ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റും. ഇപ്പോൾ ഒന്നും ചെയ്യത്തില്ല. ചീമ പറയും പോലെ കഴിഞ്ഞ ഒരാഴ്ച മുന്നേയും അമ്മയ്ക്ക് ചീമ ചക്ക കൊണ്ടു കൊടുത്തായിരുന്നു. ഈ ചക്ക കൂട്ടി ഫ്രീസറിൽ വയ്ക്കുന്നതല്ലാതെ കറിവയ്പ്പൊന്നും കാണാറില്ല. ചക്ക നമ്മളിപ്പോൾ അവിയലിനാണെങ്കിലും കറിക്കാണെങ്കിലും അരിഞ്ഞ് കഴുകി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ എത്ര നാൾ വേണോ ഇരിക്കും കേട്ടോ. അത് കേടാവത്തേയില്ല. നമ്മളിപ്പോൾ വെട്ടിയ ചക്ക പോലെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് അരിഞ്ഞ് തന്നെ വെക്കണം. ഇപ്പോൾ എന്തിനാണോ അതിന് അരിഞ്ഞ് തന്നെ വെക്കണം. അല്ലെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അരിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ അമ്മ 2-3 മാസം വെച്ചിട്ടൊക്കെ ഈ ചക്ക എടുക്കാറുണ്ട്, ഇങ്ങനെ കറി വയ്ക്കാനും ഒക്കെ. അത് ഫ്രഷായിട്ടുള്ള ചക്ക തന്നെ വെട്ടി വെക്കണം, എങ്കിലേ അത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. ചിലപ്പോൾ ഈ പഴുത്ത് തുടങ്ങിയ ചക്കയൊക്കെ വെച്ചാൽ ആ പഴുത്തൊരുമാതിരി വൃത്തികെട്ട ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചക്ക അമ്മ വീണ്ടും ഫ്രീസറിൽ തള്ളിക്കയറ്റി. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, അമ്മ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബോളി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചൂട് ബോളിയും ചൂട് പായസവും കൂടി വേറെ കഴിക്കുകയാണ്. അപ്പോഴേക്കും ചീമ കിച്ചണിൽ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചെന്ന് ചിക്കൻ എടുത്തിട്ട് വന്ന ഓരോ പീസായിട്ട് എല്ലാവർക്കും ഒക്കെ കൊടുക്കുകയാണേ. ഞാൻ കേട്ടു, നമുക്ക് ഇത് കഴിക്കാൻ സമയം എടുത്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ചീമ പറഞ്ഞു, ഈ ചൂടോടെ കഴിക്കുന്ന ടേസ്റ്റ് കഴിക്കുമ്പോൾ കിട്ടുമോയെന്ന് ചോദിച്ചു. പിന്നീട് കഴിക്കുമ്പോൾ കിട്ടുമോയെന്ന് ചോദിച്ചു. അത് ചീമ ചോദിച്ച സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ചൂടോടെ കഴിക്കുന്ന ടേസ്റ്റ് പിന്നീട് കഴിക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ഓടി വന്ന് കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ അച്ഛനുണ്ടായിരുന്നില്ല. അച്ഛനില്ലാണ്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ അച്ഛൻ വരുന്നവരെ വെയിറ്റ് ചെയ്തു. അച്ഛൻ കുറച്ച് ലേറ്റായിട്ടോ വന്നത്. അച്ഛൻ പുറത്തോട്ട് ഇവിടെ പോയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അച്ഛൻ വന്ന ഉടനെ കേക്ക് കട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനൊന്ന് കുളിച്ചിട്ട് വന്നാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുളിച്ചിട്ട് വന്നാൽ മതി. അങ്ങനെ അച്ഛൻ കുളിക്കാൻ പോയ സമയം കൊണ്ട് കേക്കെല്ലാം എടുത്ത്, അപ്പോൾ ഇങ്ങനൊരു ഇതിനകത്തല്ലേ കിട്ടുന്നത്, അതിനെ പൊളിച്ചിങ്ങനെ വെച്ചാലല്ലേ കറക്റ്റ് കേക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ചോക്കോ ലാവ കേക്ക് കേട്ടോ. ആക്ച്വലി ഈ കേക്ക് നല്ല ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ടതാണ്. അതിനെ കൊണ്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു. ഒരു തണുത്ത ഒരു ഇതായിട്ട് കഴിക്കാമെന്നുള്ള രീതിയിൽ കൊണ്ട് വെച്ചതുകൊണ്ട് ഒന്ന് സെറ്റായി ഇരിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇരുന്നാലേ കൊള്ളാവോ അറിയില്ല. അങ്ങനെ ആയിരുന്നോ, അതേ സെറ്റായിട്ടാണോ ഇരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ കൊണ്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് സെറ്റായിട്ടാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ അതിനെ പൊളിച്ച് എല്ലാം എടുക്കുകയാണ്. കേക്ക് നല്ലൊരു കേക്കായിരുന്നു, പക്ഷേ കുറച്ച് മധുരം കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഇല്ലായിരുന്നെങ്കിൽ നല്ലൊരു കേക്കായിരുന്നേ. ആ കേക്ക് അതിൽ നിന്ന് പൊളിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. അതിൽ നിന്ന് പൊളിച്ചെടുക്കുമ്പോൾ നമ്മുടെ കേക്ക് മുറിഞ്ഞു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അത്രയും കെയർഫുള്ളായിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ. ഒന്നിനെ അടുപ്പിച്ചില്ല, എല്ലാം മാറി നിൽക്കാൻ പറഞ്ഞ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്
ഒരു നൈസായിട്ട് തന്നെ കീറിയെടുത്തു. വേദയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ വേദ വന്ന് ഞാൻ ചെയ്യാം പറഞ്ഞ് മാറിപ്പോ ദൂരെ പോകുമെന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച് വിട്ടു കേട്ടോ. എങ്കിലും പാവം വന്ന് നിൽക്കുകയാണ്. ഞാൻ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ മീൻസ് ആ പേപ്പർ ഇങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പൊടിങ്ങി വീഴുന്നുണ്ട്. അത് ഞാൻ എൻ്റെ വായിക്കാത്തിരുന്നുണ്ട്, അത് വേറെ കാര്യം. സംഭവം കൊള്ളാം, പക്ഷേ ഞാൻ പറഞ്ഞില്ല കുറച്ച് മധുരം കൂടുതലായിട്ട് എനിക്ക് തോന്നി. അത് എനിക്ക് തോന്നുന്നു ഞാൻ വേറെ എന്തോ കഴിച്ചപ്പോഴും എനിക്ക് ഭയങ്കര ഒരു മധുരം പോലെ തോന്നി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇനി കുറച്ച് ദിവസം മധുരം കഴിക്കാണ്ടിരുന്ന് കഴിച്ചത് കൊണ്ട് മധുരം കൂടുതലായിട്ട് തോന്നുന്നതാണോ എന്ന് അറിയത്തില്ല. എനിക്കൊരു ഭയങ്കര മത്ത് പിടിച്ച മധുരം പോലെ ഒരു ഫീലായിരുന്നു. അങ്ങനെ സക്സസ്ഫുള്ളി കേക്കിനൊരു പ്രശ്നവും ഇല്ലാതെ ആ കവറിനെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അച്ഛൻ ഇനി കുളിച്ചിട്ട് വന്നാലേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അച്ഛൻ ഇനി എപ്പോൾ കുളിച്ചിട്ട് വരുമെന്ന് അറിയത്തില്ല. ഉച്ചയ്ക്ക് വന്ന സമയം മുതൽ കേക്ക് കട്ട് ചെയ്യാൻ ഇരിക്കുകയാണ്. ഉച്ചയ്ക്കായിരുന്നപ്പോൾ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല, ഡാൻസ് ക്ലാസ്സിന് പോകാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഓടിപ്പിടച്ച് പോയായിരുന്നു. വൈകുന്നേരം ഞങ്ങൾ കട്ട് ചെയ്യാൻ ഓടിപ്പിടച്ച് വന്നപ്പോഴേക്കും അച്ഛനെ കാണാനില്ല. അച്ഛൻ ദേ കുളിച്ച് റെഡിയായൊക്കെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വന്നു. അങ്ങനെ നീണ്ട 33 വർഷത്തെ ദാമ്പത്യ ജീവിതം ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്ത് 34ലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആദ്യം കേക്ക് വാങ്ങണ്ടെന്ന് കരുതിയതാണ്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു കേക്ക് വാങ്ങാമെന്ന് കരുതി. പിന്നെയും ഞാൻ ഡയറ്റിലൊക്കെ ആയതുകൊണ്ടാണ് മെയിനായിട്ട് ഞാനങ്ങ് മടിച്ചു. അപ്പോൾ ഒരു കേക്കില്ലെങ്കിൽ ആ ഒരു ആഘോഷം കുഞ്ഞായാലും വലുതായാലും അതൊന്നും കംപ്ലീറ്റ് ആവില്ല എന്ന് പോലെ തോന്നിയത് കൊണ്ടാണ് എന്തായാലും കേക്ക് വാങ്ങാമെന്ന് കരുതി. അങ്ങനെ കേക്ക് വാങ്ങി ഞങ്ങളെല്ലാവരും കൂടി കട്ട് ചെയ്ത് കഴിക്കുകയാണ്. ഇതൊക്കെ അല്ലേ ഉള്ളൂ അല്ലേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എന്നൊക്കെ പറയാനായിട്ട്. ഓരോ കുഞ്ഞു കാര്യങ്ങളും നമ്മൾ മാത്രം മതി, ഒരുപാട് പേര് ഒന്നും വേണ്ട, നമ്മൾ മാത്രമായിട്ട് അത് നമുക്ക് വേണ്ടപ്പെട്ടവർ അത്രയും അടുത്തുള്ളവരുമായിട്ട് അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത് ഞാൻ വാങ്ങിയ കുഞ്ഞ് ഐസ്ക്രീം ഇതാണ് കേട്ടോ. ഇതും ആ ഒരു കേക്കും കൂടി വെച്ച് ആവശ്യമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം, അല്ലാത്തവർക്ക് വെറും കേക്കായിട്ട് കഴിക്കാം. അപ്പോൾ വേദ മാത്രമാണ് വെറും കേക്കായിട്ട് കഴിച്ചത്. അമ്മ കേക്ക് കഴിച്ചില്ല കേട്ടോ. അമ്മയ്ക്ക് ഈ മധുരമൊന്നും അങ്ങനെ പറ്റത്തില്ല. പക്ഷേ അമ്മയുടെ വണ്ണം എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എങ്കിലും അമ്മ ഇങ്ങനെ അധികം കഴിക്കത്തില്ല. ഇങ്ങനെ കഴിക്കില്ല എന്നല്ല, അധികം കഴിക്കത്തില്ല. അമ്മ കഴിച്ചില്ല. പക്ഷേ വേദയ്ക്ക് ഐസ്ക്രീം വേണ്ട, ഐസ്ക്രീം പിന്നീട് അല്ലാതെ കഴിച്ചോളാം, അവൾക്ക് കേക്ക് മാത്രമായിട്ട് മതിയെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കേക്കും ഐസ്ക്രീമും കൂടെ മിക്സ് ചെയ്താണ് കഴിച്ചത്. രണ്ടും കൂടെ കഴിച്ചപ്പോൾ കൊള്ളാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്കെന്തോ ഭയങ്കര മധുരം, ഐസ്ക്രീമിന് ഭയങ്കര മധുരം പോലെ തോന്നി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് ദിവസം ഒരു 2 ആഴ്ചയോളം ഞാൻ ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണോ എന്ന് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഒരു മധുരം ഫീൽ ചെയ്തു. ഐസ്ക്രീമിന് മധുരം തോന്നിയെങ്കിൽ അതെൻ്റെ കുഴപ്പം തന്നെയാണല്ലേ. അങ്ങനെ വെഡ്ഡിങ് കേക്കും വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു ഡിന്നർ റെഡിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വാങ്ങിയ നമ്മുടെ മന്തി റൈസ് ഉണ്ട്, അതിൻ്റെ കൂടെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഉണ്ട്. പിന്നെ അച്ഛൻ കപ്പ വേണമെന്ന് പറഞ്ഞിട്ട് കപ്പയും പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ രാവിലത്തെ പുട്ടെന്തോ ഉണ്ടായിരുന്നു. അതെല്ലാം ആണ് ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അങ്ങനെ ഡിന്നർ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മന്തി റൈസ്, കപ്പ, പുട്ട്, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വളഞ്ഞിരുന്ന് കഴിക്കാൻ പോവുകയാണ്. ഇതോടുകൂടി വെഡ്ഡിങ് ആനിവേഴ്സറി, ഈ വർഷത്തെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഇവിടെ കഴിയാണ്. കണ്ടോ, 3 വീഡിയോ 15 മിനിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. ഇത്രയും ഞാൻ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരില്ല. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടത്. ചിലർ ലെങ്തി വീഡിയോസ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് കുറച്ച് പേർക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവത്തുള്ളൂ. ബാക്കി കൂടുതൽ പേരും കുഞ്ഞു വീഡിയോസ് ആയിരിക്കും കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടത്. അതിൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി ചോദിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ എല്ലാം കഴിയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു കുഞ്ഞ് സെലിബ്രേഷൻ. ഇതിൽ ഏട്ടനില്ല. ഏട്ടൻ അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുമ്പോൾ ഏട്ടൻ വരും, കൂടും, പോവും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഏട്ടൻ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിലൊന്നും ഏട്ടൻ ഇതിലൊന്നും പങ്കെടുക്കത്തില്ല. അതിവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആർക്കും അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നാറുമില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സന്തോഷത്തോടെ ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു. ഫുഡൊക്കെ കഴിച്ചു, കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാം ഓക്കെ ആയിരുന്നു. നല്ലൊരു വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നു ഈ വർഷത്തേത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.